സർവ കൃപാലയ ദൈവത്തിന് സ്ഥലമാനവും മൊത്തമർപ്പിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 20-21 തിരുവെഴുത്തുകൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന്, ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ചവൻ്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല. എൻ്റെ നാമം അവനിലുണ്ട് എന്ന് പറഞ്ഞു. നാം കേട്ട തിരുവെടുത്ത് ഇപ്രകാരം രേഖപ്പെടുത്തുന്നു. നമ്മെ വഴിയിൽ സൂക്ഷിക്കേണ്ടതിന്. നമുക്കറിയാം എത്രയോ ആപത്തുകൾ, അനർത്ഥങ്ങളൊക്കെ അനേക യൗവനക്കാരുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു ദൈവവേദനെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ദൈവത്തിനായതുകൊണ്ട് ആ തിരുവെടുത്ത് പ്രകാരം വിളിച്ചു പറഞ്ഞു, ഇതാണ് വഴിയിൽ നിന്നെ കാക്കേണ്ടതിനാണ്, ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് നിനക്ക് മുമ്പായി ഞാൻ ദൂതനെ അയക്കും. ദൈവമക്കളെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ദൈവത്തിൻ്റെ ദൂതൻ നമ്മുടെ മുമ്പിൽ ഇല്ലായിരുന്നുവെങ്കിൽ, നമ്മുടെ വഴിയിൽ ദൈവദൂതൻ ഇല്ലായിരുന്നുവെങ്കിൽ മറഞ്ഞിരിക്കുന്ന എത്രയോ ദുരന്തങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭവിക്കാമായിരുന്നു. അതുകൊണ്ട് 91-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന ഈ അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. കാരണം നിന്റെ വഴിയിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ടുള്ളത് കൊണ്ട് ഈ ഒരു വാർത്തയും പേടിക്കുവാൻ ദൈവം ഒരിക്കലും നിന്നെ അനുവദിക്കത്തില്ല. ഈ ഒരു ബാധയും നിന്റെ മേൽ ഇടപെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കാതെ വേണം. ഒരു ദൈവ പൈതലിനെ സൂക്ഷിക്കേണ്ട അതേ ഉത്തരവാദിത്വം സ്വർഗത്തിലെ അപ്പച്ചനുണ്ടെന്നുള്ള ഒരു വ്യക്തമായ തെളിവ ഈ പകൽക്കാലം നമ്മുടെ മുമ്പിൽ ഇവിടെ വരച്ചു കാട്ടിയിരിക്കുന്നത്. ആമേൻ. ഒരു ദൂതന് ഞാൻ നിന്റെ മുമ്പേ അയക്കും. ഹല്ലേലൂയ. ഒരു ദൈവവേദന എവിടെ നീ എത്തണമോ അവിടെ നിന്നെ എത്തിക്കേണ്ടതിന്, ആമേൻ, നിന്നെ സൂക്ഷിക്കേണ്ടതിന് ഒരു ദൈവദൂതൻ്റെ കാവല് ഒരു ദൈവവേദൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇത് എല്ലാവർക്കും വേണ്ടി ഈ ഒരു കാവലുണ്ടായിരിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചു നോക്കുക, ആർക്ക് വേണ്ടിയിട്ടാ ഈ കാവൽ ദൈവം അയച്ചിരിക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ. അവൻ നിയമിച്ചിരിക്കുന്നിടത്ത് തൻ്റെ വഴിയിൽ അവൻ നിന്നെ സൂക്ഷിക്കേണ്ടതിനും നീ എത്തേണ്ട ഇടത്തോ നിന്നെ ഭദ്രമായിട്ട് എത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് ഒരു ദൈവം അതിന് തിരിച്ചറിയത്തക്കവണ്ണം ഈ തിരുവെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക. നീ ഒരിക്കലും അവനോട് എന്ത് ചെയ്യരുതോ, വിഘടിക്കരുതോ. ദൈവത്തിൻ്റെ ദൂതനോട് ഒരിക്കലും വിഘടിക്കാൻ നമുക്ക് കഴിയത്തില്ല. അത് നമുക്കറിയാം. ഒരിക്കലും യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ നിന്നും മടങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ ദൂതനുമായിട്ടോ ഒരു മൽപ്പിടുത്തം നടത്തുന്ന ഒരു ചരിത്ര സംഭവം നമുക്ക് നന്നായിട്ടറിയാം. നന്നായി മൽപ്പിടുത്തം നടത്തി ഏതാണ്ട് പ്രഭാത സമയത്തോട് അടുത്തപ്പെടോ ദൂതൻ യാക്കോബിനോട് പറയുന്നു, നീ എന്നെ വിടോ, ഞാൻ പോകട്ടെ, സമയം പ്രഭാതത്തോട് അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ തമ്മിൽ പിന്നെയും മത്സരം തുടങ്ങി. അവസാനം യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ല ഞാൻ നിന്നെ ഒരിക്കലും വിടുകയില്ല എന്ന് പറഞ്ഞ് അവനെ ബലമായി പിടിച്ച് നിർത്തിയ സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ അത് യാക്കോബിനെ അനുഗ്രഹിപ്പാൻ തക്കൊണ്ട് പിടിയായി തുറന്നു. യാക്കോബിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ടോ, നിന്റെ പേര് എന്താണോ? അവൻ യാക്കോബ് പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ് എന്നാ. ദൈവദൂതൻ അവൻ്റെ പേരറിയാൻ വയ്യാഞ്ഞത് കൊണ്ടല്ല, അവനോട് പേര് ചോദിച്ചതിൻ്റെ മറ്റൊരു കാരണം കൂടെ ഉണ്ടോ. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ഓർത്തു നോക്കുക. അവൻ്റെ പേര് മാറ്റിയെടുപ്പാൻ തക്കോടെ പിടിയായി തുറന്നു. ദൈവത്തിൻ്റെ ദൂതൻ അവനോട് പറഞ്ഞു, ഇനി നീ യാക്കോബ് എന്നല്ല, നീ ഇസ്രായേൽ എന്ന് അറിയപ്പെടാൻ തക്കോടെ പിടിയായി തീരുമെന്ന് ദൈവാത്മാവ് അവനോട് ശക്തമായി ഇടപെട്ടെങ്കിൽ ദൈവത്തിൻ്റെ ദൂതനോ അവനെ വഴി സൂക്ഷിപ്പാൻ തക്കോടെ പിടിയായി തുറന്നു. ദൈവത്തിൻ്റെ കരുതലോ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവം അനുഗ്രഹിപ്പാൻ തക്കോടെ പിടിയായി തുറന്നത്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അത് ദൈവമില്ലാത്തൊരു യാത്ര യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം
സാന്നിധ്യമില്ലാത്ത ഒരു യാത്ര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നീ ഇറങ്ങുമ്പോഴും വഴിയിൽ സഞ്ചരിക്കുമ്പോഴും അതേ ഒരു പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. ദൈവമേ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണം. യോശുവയോട് ചോദിച്ചാൽ യോശുവ പറയും, മോശയോട് കൂടെ ഇരുന്നത് പോലെ തന്നെ ദൈവ സാന്നിധ്യം എന്നോട് കൂടെ ഇരുന്ന ആ സാന്നിധ്യത്തിൽ എന്നെ യോർദാന്റെ കരയിൽ വരെ കൊണ്ട് നിർത്തിയെന്ന് പറയാൻ യോശുവയ്ക്ക് കഴിയും. അത് ദൈവ സാന്നിധ്യം യോശുവയോട് കൂടെ ഇരുന്നു. ദൈവ സാന്നിധ്യം യാക്കോബിനോട് കൂടെ ഇരുന്നു. ഓരോ ഭക്തന്മാരോട് കൂടെയും ദൈവ സാന്നിധ്യം ഇരുന്നു. അവരെയൊക്കെ വഴി സൂക്ഷിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ദൂതന്മാർ അവർക്ക് പ്രത്യേക കാവലെ കൂടെ ഇരുന്നത് കൊണ്ട് ഈ പകൽക്കാലം ഞങ്ങൾ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ചിന്തയ്ക്കായി ഞങ്ങൾ പറയട്ടോ, നിങ്ങളെ സൂക്ഷിക്കുന്ന, പരിപാലിച്ചു വഴി നടത്തുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന ഈ പകൽക്കാലം ഒന്ന് ഏറ്റെടുക്കാമോ? നിന്നെ വഴിയിൽ സൂക്ഷിക്കാൻ ദൈവദൂതനല്ലേ? നിന്നെ വഴിയിൽ പരിപാലിക്കാൻ ദൈവദൂതനല്ലേ? നീ എത്തേണ്ട ഇടത്ത് കൃത്യമായിട്ടൊരു ദൈവവേദനെ എത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടോ, നിന്നെ പോറ്റി പുലർത്തുവാൻ, രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്നും നമ്മെ വിടിവിച്ച് സൂക്ഷിക്കുവാൻ ഇതാ വഴിയിൽ ഒരു ദൂതൻ എനിക്ക് നിങ്ങൾക്കുമായി ഉള്ളത് കൊണ്ട് വന്നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്ത ഈ പകൽക്കാലം ദൈവകരങ്ങളിൽ കേൾപ്പിച്ചു കൊടുക്കുക. ഈ തിരുവചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, നീ എന്നെ സൂക്ഷിച്ചതിനായി സ്തോത്രം പറയാമോ? എന്നെ പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യുമോ? എൻ്റെ വാഹനയാത്ര എന്നെ സൂക്ഷിച്ചതിനായി സ്തോത്രം ചെയ്യാമോ? ആമേൻ, ഹല്ലേലൂയ. ഞാൻ ചെല്ലേണ്ട ഇടത്ത് ദൈവം എന്നെ സൂക്ഷിച്ചു കൊണ്ടാക്കിയതിനായി നിനക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? അങ്ങനെ സ്തോത്രം ചെയ്യാൻ ദൈവ പൈതല ഈ പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അംഗീകരിക്കണമെന്ന് പറയുന്നുണ്ടോ? ഞാൻ വാക്കുകൾക്ക് രാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.